NABH 6th edition, 2nd chapter, Care of Patients, 3rd standard, COP 3. Ambulance services ensure safe patient transportation with appropriate care എന്നാണ് ഈ സ്റ്റാൻഡേർഡിൽ നമ്മൾ വായിക്കുന്നത്. ആംബുലൻസുകൾ നമ്മുടെ ആശുപത്രിയുടെ പരസ്യ ബോർഡുമായിട്ട് പലപ്പോഴും റോഡിൽ കൂടെ ഓടുന്നത് കാണാം, നല്ല ശബ്ദമൊക്കെ ഇട്ടിട്ട്. ഒരു 2-3 ആംബുലൻസ് ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പരസ്യ ബോർഡുകൾ വേണ്ട. റോഡിൽ നിരന്തരമായി പേഷ്യൻസിനെ എടുത്തുകൊണ്ടും അല്ലാതെയും നമ്മുടെ ആംബുലൻസുകൾ ഓടുമ്പോൾ നമ്മുടെ ആശുപത്രിയുടെ പേരും ഒക്കെ അതിൽ വ്യക്തമായി നാട്ടുകാരെല്ലാ സമയത്തും കാണുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ആംബുലൻസിൻ്റെ ഉപയോഗം അങ്ങനെ മാറി നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായി ഒരു സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുകയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതിലൊരു കാര്യം, ഈ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുമ്പം ഇത് ഇത്തിരി പഴയ വിശദീകരണമായിട്ടാണ്. ഇതിൽ 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളും കൂടെ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്പം പഴകിപ്പോയില്ലേ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഇതിൽ പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷന് ഒരു ആംബുലൻസ് സർവീസ് ആക്സസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം, നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ അതുമായിട്ടൊരു അസോസിയേഷൻ MOU ഒക്കെ വെച്ചിട്ട് നമുക്ക് കൃത്യമായി നമ്മുടെ സമയത്ത് കിട്ടുന്ന ആംബുലൻസുകൾ ഉണ്ടാവണം. ആ ആംബുലൻസുകളിൽ കൃത്യമായ ഒരു സംവിധാനങ്ങൾ ഉണ്ടാവണം, ക്ലാസിഫിക്കേഷൻ കൃത്യമായിരിക്കണം, വേണ്ടുന്ന സൗകര്യങ്ങൾ ആ സാഹചര്യത്തിന് ആനുപാതികമായിട്ടുണ്ടാവണം, ട്രെയിനിങ് ഉള്ള പേഴ്സൺ ആയിരിക്കണം ആ ആംബുലൻസ് കൈകാര്യം ചെയ്യുന്നത്. സോ ഡെയിലി വഴിയിൽ കിടക്കുന്ന ആംബുലൻസ് ആകരുത്. അതിന് കൃത്യമായി മോണിറ്ററിങ് സംവിധാനം അതിൻ്റെ ചെക്ക് ലിസ്റ്റും ഒക്കെ ഉള്ള ആംബുലൻസ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അതിനകത്തൊരു നല്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. പറഞ്ഞങ്ങ് വിട്ട് എവിടെയാണെന്നൊന്നും ആർക്കും ഒരു അറിവുമില്ല എന്ന കാര്യം അതിൽ വരരുത്. നമുക്ക് ഇത്തരത്തിൽ ഒരു എന്താ പറയണ്ടേ, സംവിധാനങ്ങൾ നല്ലതാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഈ 2025 നമ്മൾ നിൽക്കുമ്പോൾ 2025 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമങ്ങൾ പുതുക്കി എഴുതിയിട്ടുണ്ട്. ആംബുലൻസ് സർവീസിനെ കുറിച്ച് കൃത്യമായ ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി ചെയ്തിട്ടുള്ള AS 125 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ആംബുലൻസ് ബിൽഡ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. ഈ സ്റ്റാൻഡേർഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സ്റ്റാൻഡേർഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസിൽ എങ്ങും കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചേ പറ്റൂ. കാരണം അടുത്ത ജനുവരി 1 ശേഷം ഗവൺമെൻറ് ഇറക്കിയ 2025 ആംബുലൻസ് റൂളുകൾ പാലിച്ചില്ലെങ്കിൽ 5000 രൂപ അല്ല 5 ലക്ഷം രൂപയാണ് ഫൈൻ. മറ്റ് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കപ്പെടും. അപ്പോൾ ചെറിയൊരു ഫൈനൊന്നുമല്ല ഗവൺമെൻറ് വെച്ചിരിക്കുന്നത്. ആംബുലൻസിന് ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ഒറ്റ കളറായിരിക്കണം, വെള്ള കളറായിരിക്കണം, ബ്രില്യൻ വൈറ്റ്. നമുക്കറിയാം 9010 എന്ന് പറഞ്ഞ കോഡിൽ അറിയപ്പെടുന്ന കളറാണത്. ആ വൈറ്റ് ഉണ്ടായിരിക്കണം. ആംബുലൻസിൻ്റെ മുൻവശത്ത് 60% ഏരിയ മഞ്ഞ കളർ അടിച്ചിട്ടുണ്ടാവണം. ആംബുലൻസിൻ്റെ ഫ്രണ്ടിൽ ആംബുലൻസ് വരുമ്പോൾ മിറർ ഇമേജിൽ എഴുതിയിരിക്കണം അത് ടോട്ടൽ ആംബുലൻസിൻ്റെ വിഡ്ത്തിൻ്റെ 60% ഏരിയ കവർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അവിടെ മറ്റേതെങ്കിലും എംബ്ലം ഹോസ്പിറ്റലിൻ്റെയോ അതൊരു സൊസൈറ്റിയുടേതെയോ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഏതെങ്കിലും എംബ്ലം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആംബുലൻസ് എന്ന് എഴുതിയ മൊത്തം ലെറ്റേഴ്സിൻ്റെ സൈസിൻ്റെ 60% അത് കൂടാൻ പാടില്ല. കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാക്കാനായിട്ട് മഞ്ഞയും ചുമപ്പും കലർന്ന ലൈൻസ് ഫ്ലൂറസെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം, ഫ്ലൂറസെൻ്റ് പെയിൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിന് വേണ്ടിയിട്ട് വിളിക്കുന്നതിൻ്റെ കോണ്ടാക്ട് നമ്പർ സൈഡിലോ പുറകിലോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്ലൈഡിംഗ് ഡോർ ഉണ്ടായിരിക്കണം. ഇങ്ങനെ
GPS കണക്റ്റഡ് ആയിരിക്കണം. ഏത് സമയത്തും ഈ പേഷ്യൻറ്റും ആംബുലൻസും എവിടെയാണെന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റണം. വർക്കിംഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാവണം. ഇത് പാലിക്കാത്ത ആംബുലൻസുകൾ നടത്തുന്നവരെ 5 ലക്ഷം രൂപ സ്പോട്ട് ഫൈൻ അടിക്കും. സോ ആ രീതിയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള താരിഫ് ഇട്ടിരിക്കണം. ഇന്ന് ആംബുലൻസുകൾ ട്രിപ്പിനനുസരിച്ച് പൈസ വാങ്ങുമ്പോൾ അത് പറ്റില്ല, ക്രിമിനൽ ഒഫൻസാണ്. റേറ്റ് കാർഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലാസ് എയും ബിയും സിയും ഡിയും നമുക്കറിയാം, ആംബുലൻസുകളുടെ ഫെസിലിറ്റീസ് ഡിഫറൻസ് ആണ്. അവിടെ ഉപയോഗിക്കുന്ന എക്വിപ്മെന്റ്സിന് വില വ്യത്യാസമുണ്ട്. അതിൻ്റെ വൈബ്രേഷൻ ടെസ്റ്റ് കഴിഞ്ഞതാണ്, ഫോൾ ഫെയില്യൂറിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞതാണ്. വളരെ ക്വാളിറ്റി എക്വിപ്മെന്റ്സ് ആണ്, പോർട്ടബിൾ എക്വിപ്മെന്റ്സ് ആണ്. ഒരാൾക്കെടുത്തുകൊണ്ട് നടക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണമെന്ന് നിയമം പറയുന്നു. അതുകൊണ്ട് പലപ്പോഴും വളരെ കോസ്റ്റ്ലി അഫേഴ്സ് ആണത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡി ആംബുലൻസിൻ്റെ റേറ്റ് അല്ല എ ആംബുലൻസിന്. കാറ്റഗറി എയിൽ നമുക്ക് റേറ്റ് അത്രയും കൊടുക്കണ്ട, കാറ്റഗറി ഡിയിൽ എത്തുമ്പോൾ റേറ്റ് കൊടുക്കണം. പക്ഷെ ആ റേറ്റ് കാർഡ് അവിടെ ഉണ്ടായിരിക്കണം. സന്ദർഭം അനുസരിച്ച് ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ കൂടുതൽ റേറ്റ് വാങ്ങിച്ചാൽ അത് ക്രിമിനൽ കേസാകാം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. തീർച്ചയായിട്ടും നമുക്ക് COP 3 കുറിച്ച്, ആംബുലൻസ് സർവീസസിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായി ചിന്തിക്കാനായിട്ട് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിലേക്ക് കടന്നു പോകാം.